താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അനുമതി. +2 പഠനത്തിന് പ്രവേശനം നേടാൻ അവസരമൊരുക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോഴിക്കോട് ഒബ്സർവേഷൻ ഹോം സൂപ്രണ്ടാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. കേസിലെ പ്രതികളായ 6 വിദ്യാർത്ഥികളാണ് ഒബ്സർവേഷൻ ഹോമിലുള്ളത്. ബിനിലുണ്ട്. ബിനിൽ, ഉത്തരവിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഷഹബാസ് വധക്കേസിൽ 6 പ്രതികളാണ് കോഴിക്കോട് ഒബ്സർവേഷൻ ഹോമിലുള്ളത്. അവർക്ക് സ്വാഭാവികമായും തുടർ പഠനത്തിന് അവസരമൊരുക്കണം എന്നതാണ് കോടതിയുടെ നിലപാട്. അതുകൊണ്ട് ഒബ്സർവേഷൻ ഹോമിന്റെ സൂപ്രണ്ടിനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ പ്രതികൾക്ക് പുതിയ പ്രവേശനത്തിന് അനുമതി അവർക്കുള്ള അവസരമൊരുക്കുക എന്നതാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. +2 പഠനത്തിനാണ് അവർക്കുള്ള അനുമതി ആവശ്യമായിട്ടുള്ളത്. അതിന് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി ആ കുട്ടികളെ അവർ ബന്ധപ്പെട്ട സ്കൂളുകളിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ ഒബ്സർവേഷൻ ഹോം സൂപ്രണ്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ 10ാം ക്ലാസ് പരീക്ഷ തീരുന്ന ആ ദിവസമാണ് ആ ഷഹബാസിനെതിരെ ആക്രമണമൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും ഈ പ്രതികൾ പ്രായപൂർത്തിയാകാത്തവരാണ് എന്നതുകൂടി ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ടുകൂടി തന്നെയാണ് കോടതി ആ കുട്ടികളോടൊരു മൃദു സമീപനം അവരുടെ ഭാഗത്ത്, അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. കാരണം അവർ ക്രിമിനൽ കേസിൽ പ്രതികളാണെങ്കിൽ അവർക്കെതിരെ ജുവനൈൽ നിയമപ്രകാരമുള്ള നടപടികൾ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതോടൊപ്പം തന്നെ അവർക്ക് വിദ്യാഭ്യാസം നടത്താനുള്ള ആ ഒരു അവകാശം അവർക്ക് നൽകുകയും വേണം. അതാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇതിൽ ഇനി നടപടിയെടുക്കേണ്ടത് കോഴിക്കോട് ഒബ്സർവേഷൻ ഹോം സൂപ്രണ്ടാണ്. ശരി, കുട്ടികളുടെ പ്രായം കൂടി കണക്കിലെടുത്താണ് അവർ ഇങ്ങനൊരു വലിയ വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവ സ്വഭാവമുള്ള കേസിലെ പ്രതികളാണ് എങ്കിൽ പോലും അവരുടെ പ്രായം കൂടി കണക്കിലെടുത്ത തീരുമാനം എന്ന നിലയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം വരുന്നത് എന്നാണ് ബിനിൽ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.